ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഗേലെ എന്ന് പറഞ്ഞാൽ ബീച്ചുകൾക്ക് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഗേലെ. എന്നാൽ നമുക്ക് ശ്രീലങ്കയിലെ ഗേലയിലെ ബീച്ചും പരിസരമൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ ഗേലെ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ വിട്ടിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ ഏകദേശം സിറ്റി ഭാഗത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിൽ നമ്മുടെ ബോട്ടുകൾക്കുള്ള ഡീസൽ ഈ ബാരലിൽ നിറച്ചിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുപോവാണ് കടൽ തീരത്തേക്ക്. അതാണ് ഈ ഒരു വണ്ടി. പിന്നെ കടൽ തീരത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് റോഡ് കൂടുതലുള്ളത്. റെയിൽവേയും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. ഇവിടെ കൂടുതലും യൂറോപ്യന്മാരാണ് ഇവിടെ കൂടുതലും കാണാം. ഇവിടെയും ട്രിങ്കോമല്ലിയിലും പിന്നെ യൂറോപ്യന്മാർ കൂടുതലുള്ള സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് ബീച്ചുകളുള്ളത്. കൊളംബോയിലൊന്നും ഇതുപോലെ ഇത്രയധികം ബീച്ചുകളില്ല. ബീച്ച് ട്രിങ്കോമല്ലിയിലും പിന്നെ ഈ ഒരു സ്ഥലത്തും ഗേലയിലും ഗോൾ നടന്ന ഈ ഗേലയിലാണ് കൂടുതലും ബീച്ചുകളുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബീച്ചും അതിൻ്റെ പരിസരവും ഒക്കെ ഒന്ന് കാണാം. ഇവിടെ വണ്ടി മണൽ വരെ പോവും. പുള്ളിക്കാരൻ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഉണ വാട്ടൂണ ബീച്ച്, ശ്രീലങ്കയിലെ ഗോളിലുള്ള. ഇവിടെ കൂടുതൽ യൂറോപ്യന്മാരാണ്. ഈ ശ്രീലങ്കയിലെ ഗേലെ എന്ന് പറഞ്ഞ ജില്ലയിലെ ഒരു തീരദേശ പട്ടണമാണിത്. ഈ പട്ടണത്തിൻ്റെ പേരാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഉന വാത്തൂന എന്നതിൻ്റെ പേര്. ഇവിടെ കൂടുതലും റഷ്യക്കാരാണ് ഉള്ളത്. ഇവിടെ അവരാണ് ഈ ഭാഗത്തേക്ക് കൂടുതലും വരാറുള്ളത്. ഇവിടെ കണ്ടില്ലേ, ബിക്കിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മണ്ണ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ബാഗൊക്കെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വളഞ്ഞൊരു നല്ല ഭംഗിയുള്ള ബീച്ചാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ദ്വീപിൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാം. കംപ്ലീറ്റ് ആളുകൾ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കടലിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഇതിങ്ങനെ ലോങ് ടൈപ്പ് ബീച്ചാണ്. ഇവിടെ കൂടുതലും നമ്മളെ വെള്ളക്കാരെ കുളിസീന അവിടെ കൂടുതലുള്ളത്. ഇത് ഗേലെ ആണല്ലോ, പക്ഷേ എന്നാലും ശ്രീലങ്കയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഉന വാത്തൂന എന്ന് പറഞ്ഞ ഭാഗമുള്ളത്. ഇതിൻ്റെ തൊട്ട അടുത്ത് പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ നമ്മുടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് താമസിക്കാൻ, കടലിനോട് ചാരിയിട്ട് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ മണൽച്ചാക്കുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട്. ഇവിടെ സൺബാത്ത് ചെയ്യാണ് യൂറോപ്യന്മാരിവിടെ. ഇവിടെ നമ്മുടെ പിന്നെ ട്രിങ്കോമല്ലിയിലുള്ള പോലെ തന്നെ ഗോൾഡൻ മണലാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ബീച്ച് കടൽ തീരത്തിനും പഴുവപ്പുറ്റുകൾക്കും പേരുകെട്ടതാണ്. ഗേലെ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ തെക്ക് കിഴക്കാണ് ഈ സ്ഥലം നിൽക്കുന്നത്. കുളി കഴിഞ്ഞിട്ട് വന്ന് സൺബാത്ത് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മുടെ കാര്യമായ വികസനം ഉണ്ടായിട്ടും ശ്രീലങ്കയിലെ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്നൊരു ലജ്ജാശീലനായ കുരങ്ങുണ്ട്. പർപ്പിൾ ഫേസ്ഡ് ലങ്കൂർ എന്നാണ് അതിൻ്റെ പേര്. അവരുടെ ആവാസ കേന്ദ്രമാണ് ഇത്. അപ്പം ഞാൻ ഉന വാത്തൂന, നല്ല സൂപ്പർ പേരല്ലേ, ഉന വാത്തൂന. ഈ ബീച്ചിൽ നിന്ന് അങ്ങനെ നമ്മുടെ സിറ്റി ഭാഗത്തേക്ക് ഓട്ടോയിൽ പോവുകയാണ്. ഇനി വഴിയിൽ നമുക്ക് 1-2 സ്ഥലം കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. വാൽമീകിയുടെ രാമായണത്തിലെ കടൽത്തീര പ്രദേശികളെക്കുറിച്ചുള്ള വിവരണം ഈ ഉനാവധൂന പോലെയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട്. ഞാനിനി പിന്നെ രാമായണത്തിലെ ആ ഇതിഹാസത്തിൻ്റെ ഇവിടുത്തെ കാര്യം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം.
പിന്നെ ഇവിടെ ഇതിഹാസത്തിൽ, രാമായണത്തിലെ ഇതിഹാസത്തിൽ രാവണനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നമ്മുടെ രാജകുമാരി സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച് പരിക്കേറ്റ ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്നതിനായിട്ട് ജാംബവാന് ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവനി, വിഷയകരണി, സുവർണകരണി, സന്താനി ഈ 4 ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരാൻ അന്നത്തെ കുരങ്ങൻ യോദ്ധാവായ ഹനുമാനെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച് ഈ ഔഷധങ്ങൾ തിരിച്ചറിയാൻ ഹനുമാന് കഴിഞ്ഞില്ല. അതിനാൽ ലക്ഷ്മണനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനായി അദ്ദേഹം മുഴുവൻ പർവ്വതവും ഉയർത്തി യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ പ്രക്രിയയിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇന്നത്തെ ഈ നമ്മുടെ ഈ ഉനാവധൂനയുടെ സ്ഥാനത്ത് വീണു. അങ്ങനെ ഗ്രാമത്തിൻ്റെ പേര് വീണു എന്നർത്ഥം വരുന്ന ഇതുകൊണ്ടാണ് ഉനാവധൂന എന്നിവിടെ പേരായിട്ട് ഉരുത്തിരിഞ്ഞത്. ഈ ഉനാവധൂനയുടെ അവിടെ മുമ്പ് ആയിരക്കണക്കിന് മരങ്ങൾ, തെങ്ങുകൾ, ഈന്തപ്പനകൾ എന്നിവ ആധിപത്യം പുലർത്തുന്ന ഒരു കടൽത്തീരം, തീരപ്രദേശത്തെ വീടുകളുടെയും ആശ്രമങ്ങളുടെയും നിരകൾ, അവയിൽ വസിക്കുന്ന മനുഷ്യരും ഗന്ധർവന്മാർ, സിദ്ധന്മാർ, സന്യാസിമാർ തുടങ്ങിയ ഉന്നത ജീവികളും ഈ കടൽത്തീരത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എണ്ണമറ്റ ആഭരണങ്ങൾ ധരിച്ച സ്വർഗീയ നിംഫുകളും ദേവന്മാരും അസുരന്മാരും ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന തീരമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു മീൻകടയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മീൻകടൻ്റെ കാഴ്ച കാണാം. നല്ല നമ്മളെ എന്താ പറയുക, കേദറ വലിയ കേദറ മീനുണ്ടല്ലോ ലക്ഷദ്വീപിലൊക്കെ അല്ലേ, ആ ഒരു മീനാണ് വന്നിട്ടുണ്ട്. ഇവിടെ യൂറോപ്യന്മാർ ഇവിടെ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും മീൻ വാങ്ങുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം. മീൻകടയൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ് ഇതുള്ളത്. അത്യാവശ്യം നല്ല വണ്ണമുള്ള മീനാണ്. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ടത്. ഒരു 1.5 വലുപ്പം എന്ന് പറഞ്ഞാൽ വലുപ്പമുണ്ടത്. ഇവർ ഈ മീനിന് ചെലവല്ലി എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ കേദറയാണ്, കേദറിൻ്റെ വലിയ സൈസ് കേദറ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വാങ്ങി പോകുന്നുണ്ട് ബ്രിട്ടീഷുകാർ. അപ്പം ഞാനിവിടുന്ന് വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു കഷ്ണം മീൻ വാങ്ങി പൊരിച്ചൊക്കെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള തീരെ സമയമില്ലെന്ന്. ലക്ഷദ്വീപിൽ പോയാൽ ഞാൻ എങ്ങനെയാണ്, അവിടെ നല്ല മീൻ കിട്ടും. മീൻ കിട്ടിയിട്ട് മീൻ വാങ്ങിയിട്ട് നമ്മുടെ അവിടെ ഇപ്പോൾ പരിചയമുള്ള കടകളുണ്ട്. ആ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊരിച്ചു തരും. ഒരു തവണ ഇവിടെ പണിക്കാളില്ല, അപ്പം ഞാൻ തന്നെ കടയിൽ കയറിയിട്ട് മീനൊക്കെ നേരാക്കി കൊടുത്ത്, നല്ല ചെറിയ മീനായിരുന്നു, വലിയ മീനല്ലായിരുന്നു, വലിയ മീനവർ മുറിച്ചു തരും. എന്നിട്ട് അവിടെ കൊടുത്ത് ഏൽപ്പിച്ച് അവർക്ക് ചെറിയ പൈസയും കൊടുത്ത് അവരോട് നല്ലോണം പൊരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം ഒരു 1.5 കിലോ പൊരിച്ചിട്ട് അടിച്ച് തിന്ന് കയറ്റി ഞാനൊരു ദിവസം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു ഞാൻ. ഇത് നമ്മളെ ഗാലയിലെ കടൽ തീരത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ സിറ്റീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഗാലയിൽ മെയിനായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ കടൽ തീരവും, പിന്നെ കാണാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ പ്രസിദ്ധമായ ഒരു കോട്ട ഉണ്ട്. കോട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ്റെയും സിറ്റി തന്നെ ഓപ്പോസിറ്റ് കടലിനോട് ചാരിയിട്ട് ഒരു വമ്പൻ കോട്ട. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടയാണ്. അപ്പോൾ അത് ഗാലയിൽ വന്നാൽ അത് ആരും കാണാതെ പോകരുത് എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടമാനം ദൂരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ. അതിനെപ്പറ്റി വായിച്ചിരിക്കുന്നത് ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു വലിയൊരു കോട്ട സമുച്ചയമാണെന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം അതിൻ്റെ പരിസരത്ത് എത്താനയക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഗാലയിലെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണണം. ബീച്ചുകളൊക്കെ എന്തായാലും നിർബന്ധമായിട്ടൊന്ന് കറങ്ങി കാണണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കോട്ടയം പരിസരമൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.